എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. മുതലുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ മത നേതൃത്വത്തിന്റെ കാപട്യങ്ങൾ തുറന്നു കാട്ടിയ ശേഷം ക്രിസ്തു അവർക്ക് വരാനിരിക്കുന്ന ശിക്ഷാവിധിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു എന്ന് നാം കാണുന്നു. ശാസ്ത്രിമാരും പരിസേയന്മാരുമായ മത നേതാക്കളുടെ മേൽ യേശു കർത്താവ് 7 ശിക്ഷാവിധികൾ പ്രഖ്യാപിക്കുന്നത് 7 കഷ്ടങ്ങൾ എന്ന രൂപത്തിലാണ്. കഷ്ടം എന്നത് ദുരന്തത്തിന്റെയും ദുഃഖത്തിന്റെയും ഉദ്ഘോഷണമായി സൂചിപ്പിക്കുന്ന പദമാണ്. നിയമജ്ഞരെയും പരീശന്മാരെയും അഭിസംബോധന ചെയ്ത് പ്രസ്താവിക്കുന്ന അവർക്ക് വരാനിരിക്കുന്ന 7 കഷ്ടങ്ങളിൽ ആദ്യത്തേത് യഹൂദ നേതൃത്വം സ്വർഗരാജ്യത്തിൽ നിന്ന് ആളുകളെ അകറ്റിക്കളയുന്ന കുറ്റത്തിനാണ്. 13-ാം വാക്യത്തിൽ കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരിസേയന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു, നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നതുമില്ല എന്ന് വായിക്കുന്നു. ശാസ്ത്രിമാരും പരിസേയന്മാരും ദൈവത്തോട് അടുത്തിരിക്കുന്നതായും ദൈവരാജ്യത്തെ പിന്തുണയ്ക്കുന്നതായും നടിച്ചു. എന്നാൽ അവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിൽ പ്രവേശിക്കുന്നവരെ തടയാൻ അവർ തങ്ങളുടെ കഴിവിന്റെ പരമാവധി ചെയ്തു എന്നാണ് കർത്താവ് അർത്ഥമാക്കുന്നത്. യേശുവിനെയും കർത്താവിന്റെ സന്ദേശത്തെയും ദുഷിച്ച് തള്ളിക്കളഞ്ഞ യഹൂദ മത നേതൃത്വം യേശുവിനെ അനുഗമിക്കാൻ ശ്രമിച്ചവരെ തടയുകയും അവർക്ക് കഠിനമായ ഉപദ്രവങ്ങൾ വരുത്തിവെക്കുകയും ചെയ്തു എന്നാണ് കർത്താവ് അർത്ഥമാക്കുന്നത്. ക്രിസ്തുവിനെ നിരന്തരം എതിർക്കുകയും ജനങ്ങളെ അവനിൽ നിന്ന് അകറ്റാനും സുവിശേഷ സന്ദേശത്തെ മൂടി വെക്കാനുമുള്ള എല്ലാ മാർഗങ്ങളും തേടുകയും അതുവഴി ക്രിസ്തുവിന്റെയും സുവിശേഷത്തിന്റെയും സത്യങ്ങൾ മറച്ചു പിടിച്ച യഹൂദ മത നേതൃത്വത്തിന് വളരെ വലിയ ശിക്ഷാവിധി ലഭിക്കുമെന്ന് കർത്താവ് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. തുടർന്നും കർത്താവ് ഇസ്രായേലിന്റെ മത നേതാക്കളോട്, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ വിധവമാരുടെ വീടുകൾ വിഴുങ്ങുകയും ഉപായരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടെ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുന്നു എന്നത് മതഭക്തി മുതലെടുത്ത് അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. ഈ കപടഭക്തർ ദീർഘമായി പ്രാർത്ഥിക്കുന്നതിലൂടെ ജനങ്ങളുടെ മുമ്പിൽ ഭക്തിയുടെ രൂപം സൃഷ്ടിച്ച് തങ്ങളുടെ തിന്മകൾ മറയ്ക്കാൻ ശ്രമിക്കുന്നു. ശാസ്ത്രിമാരും പരിസേയന്മാരും കപടഭക്തിയിലൂടെ വിധവമാരുടെ വീടുകളിൽ നിന്ന് അവർക്കുള്ള ആദായങ്ങൾ വഞ്ചനയോടെ ഏറ്റെടുക്കുകയും ദുർബലരായവരെ മിഥ്യാ ഉപദേശങ്ങളാൽ കബളിപ്പിക്കുകയും ചെയ്തു. ദീർഘമായ പ്രാർത്ഥനകൾ വഴി ഭക്തിയുടെ വ്യാജ പ്രദർശനം നടത്തി. എന്നാൽ ദൈവം അവരുടെ കപടതയെയും അനീതിയെയും നിരീക്ഷിക്കുകയും അതിനുവേണ്ടി അവരെ ഏറ്റവും കഠിനമായ ശിക്ഷയ്ക്ക് വിധിക്കുമെന്നതും ഈ വചനത്തിൽ കർത്താവ് വ്യക്തമാക്കുന്നു. യേശു കർത്താവ് യഹൂദ നേതാക്കൾക്ക് വരുമെന്ന് പ്രഖ്യാപിച്ച 7 കഷ്ടങ്ങളിൽ രണ്ടാമത്തേത് കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു, ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കുന്നു എന്ന് 14-15 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. യഹൂദ മത നേതാക്കൾ ആളുകളെ ദൈവത്തിലേക്കും സ്വർഗത്തിലേക്കും നയിക്കുന്നതിന് പകരം നരകത്തിലേക്ക് നയിക്കുന്ന പാതയിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. യേശു കർത്താവ് പ്രഘോഷിച്ച ദൈവരാജ്യത്തിന്റെ സുവിശേഷം എതിർക്കുകയും പരിഹസിക്കുകയും ചെയ്ത ശാസ്ത്രിമാരും പരിസേയന്മാരും തങ്ങൾ തന്നെ നരകയോഗ്യരായിരിക്കെ തങ്ങളുടെ തെറ്റായ ഉപദേശങ്ങളിലേക്ക് പുതിയ വിശ്വാസികളെ ആകർഷിക്കാൻ ഇവർ വളരെയധികം ശ്രമിച്ചിരുന്നു. അങ്ങനെ അവർ മതപരിവർത്തനത്തിലൂടെ സൃഷ്ടിക്കുന്നവർ തങ്ങളുടെ കപടഭക്തിയിലും വീമ്പിളക്കലിലും തന്ത്രങ്ങളിലും കൂടുതൽ വഷളന്മാരായിരുന്നു എന്ന് കർത്താവ് അർത്ഥമാക്കുന്നു. പരീശന്മാരിൽ നിന്ന് മതം മാറിയവരുടെ പെരുമാറ്റം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടെ പഠിപ്പിക്കലുകളുടെ ദുഷിച്ച സ്വഭാവം യേശു തുറന്നു കാട്ടി. അങ്ങനെ അനേകരെ ഇരട്ടി നരകയോഗ്യരാക്കി എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. ക്രിസ്തു യേശു പ്രഖ്യാപിച്ച 3-ാമത്തെ കഷ്ടം മത നേതാക്കളെ അന്ധരായ വഴികാട്ടികളെന്നും അന്ധരും വിഡ്ഢികളുമായവരെയെന്നും പരാമർശിച്ചുകൊണ്ടാണ്. ആരെങ്കിലും മന്ദിരത്തെ ചൊല്ലി സത്യം
ചെയ്താൽ ഏതുമില്ല എന്നും മന്ദിരത്തിലെ സ്വർണത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവനോ കടക്കാരൻ എന്നും പറയുന്ന കുരുടന്മാരായ വഴികാട്ടികളെ നിങ്ങൾക്ക് കഷ്ടം. മൂഢന്മാരും കുരുടന്മാരുമായുള്ളവരെ, ഏതു വലിയത് സ്വർണമോ സ്വർണത്തെ ശുദ്ധീകരിക്കുന്ന മന്ദിരമോ എന്ന് കർത്താവ് പറയുന്നതായി 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു. ഇവിടെ മറ്റുള്ളവരെ നിയമപരമായി ന്യായീകരിക്കുന്ന, നുണ പഠിപ്പിക്കുന്ന ശാസ്ത്രിമാരും പരീശന്മാരുമായവർ അന്ധരായ വഴികാട്ടികളെ പോലെയാണെന്നാണ് കർത്താവ് പറയുന്നത്. യഹൂദ നേതൃത്വം വ്യാജമായ ശപഥങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ് കർത്താവ് ചൂണ്ടിക്കാണിച്ചത് ശ്രദ്ധിക്കാം. ജെറുസലേം ദൈവാലയത്തെ കൊണ്ട് സത്യം ചെയ്യുന്നവർ അവരുടെ വാഗ്ദാനങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരല്ലെന്ന് ഇസ്രായേൽ നേതൃത്വം തങ്ങളുടെ അനുയായികൾക്ക് ഉറപ്പു നൽകി. ആലയത്തെ കൊണ്ട് സത്യം ചെയ്യുന്നവർ ചെയ്ത വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ പ്രതിജ്ഞകൾ മാനിക്കപ്പെടേണ്ടതില്ല എന്നും അത് ലംഘിക്കുന്നതിൽ മതപരമായ ഒരു ദോഷവുമില്ലെന്ന് അവർ പഠിപ്പിച്ചു. എന്നാൽ ദൈവാലയത്തിലെ സ്വർണത്തെ കൊണ്ട് സത്യം ചെയ്യുന്നവൻ തന്റെ വാക്ക് പാലിക്കാൻ കടപ്പെട്ടിരിക്കുന്നു എന്നായിരുന്നു ഇസ്രായേൽ നേതൃത്വം പഠിപ്പിച്ചത്. അങ്ങനെ ഈ അന്ധരായ വഴികാട്ടികൾ തങ്ങളുടെ അനുയായികൾക്ക് എങ്ങനെ കള്ളം പറയാമെന്നും അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നും പഠിപ്പിച്ചു. അതേസമയം മറ്റുള്ളവരെ അവരുടെ വാഗ്ദാനങ്ങളിൽ ബന്ധിച്ചു. നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് അല്ലെങ്കിൽ ഇല്ല ഇല്ല എന്നായിരിക്കട്ടെ, ഇതിൽ കൂടുതലുള്ളതെല്ലാം തിന്മയിൽ നിന്നുള്ളതാണ് എന്ന് മത്തായി 5-ാം അധ്യായം 37-ാം വാക്യത്തിലൂടെ യേശു തന്റെ ശിഷ്യന്മാരെ അവർ പറയുന്ന എല്ലാ വാക്കുകളിലും വിശ്വസ്തരും സത്യസന്ധരുമായിരിക്കാൻ പഠിപ്പിച്ചു. അതേസമയം പരീശന്മാർ അവരുടെ ശിഷ്യന്മാരെ പാലിക്കേണ്ടതില്ല എന്ന നിലയിൽ വാഗ്ദാനങ്ങളും നേർച്ചകളും പ്രതിജ്ഞകളും എങ്ങനെ നടത്താമെന്ന് പഠിപ്പിച്ചു എന്നത് യേശു തുറന്നു കാട്ടി. 17-ാം വാക്യത്തിൽ സ്വർണമോ സ്വർണത്തെ വിശുദ്ധീകരിച്ച ദൈവാലയമോ ഏതാണ് കൂടുതൽ പ്രാധാന്യം എന്ന ചോദ്യത്തിലൂടെ ദൈവാലയം അതിനെ അലങ്കരിക്കുന്ന സ്വർണത്തേക്കാൾ വലുതാണ് എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. ദൈവ സാന്നിധ്യത്താൽ ആലയം വിശുദ്ധീകരിക്കപ്പെട്ടു. ആലയത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട സ്വർണം അതിന്റെ സേവനത്തിനായി സമർപ്പിച്ചിരുന്നു. അതിന് എന്ത് വിശുദ്ധിയുണ്ടോ അത് ആലയത്തിൽ നിന്നാണ്. അതിനാൽ ആലയം അതിനേക്കാൾ വലുതാണ് എന്ന് കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നു. അടുത്തതായി കർത്താവ് ചൂണ്ടിക്കാണിച്ചത് ബലിപീഠത്തിലെ വസ്തുക്കളെയും അതിലെ വഴിപാടുകളെയും കുറിച്ച് അന്ധരായ വഴികാട്ടികൾ പഠിപ്പിച്ച ആശയക്കുഴപ്പമുണ്ടാക്കിയ ഇതേ മാതൃകയാണ്. യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഏതുമില്ല, അതിന്മേലുള്ള വഴിപാട് ചൊല്ലി സത്യം ചെയ്യുന്നവനോ കടക്കാരൻ എന്ന് നിങ്ങൾ പറയുന്നു. കുരുടന്മാരായുള്ളവരെ, ഏത് വലിയത് വഴിപാടോ വഴിപാടിനെ ശുദ്ധീകരിക്കുന്ന യാഗപീഠമോ? ആകയാൽ യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവൻ അതിനെയും അതിന്മേലുള്ള സകലത്തെയും ചൊല്ലി സത്യം ചെയ്യുന്നു എന്ന് കർത്താവ് പറയുന്നതായി 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. ജെറുസലേം ദൈവാലയത്തിലെ യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവൻ ആ സത്യം പാലിക്കേണ്ടതില്ല എന്നും, എന്നാൽ യാഗപീഠത്തിന്മേലുള്ള വഴിപാടിനെ ചൊല്ലി സത്യം ചെയ്യുന്നവനോ ആ സത്യം പാലിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഇസ്രായേൽ നേതൃത്വം പഠിപ്പിച്ചിരുന്നു. എന്നാൽ യാഗപീഠത്തെ കൊണ്ട് സത്യം ചെയ്യുന്നവൻ യാഗപീഠത്തെയും അതിലുള്ള സകലത്തെയും ചൊല്ലി സത്യം ചെയ്യുന്നു എന്ന് 20-ാം വാക്യത്തിൽ യേശു കർത്താവ് വ്യക്തമാക്കുന്നു. അതായത് യാഗപീഠത്തെ കൊണ്ട് സത്യം ചെയ്യുന്നവൻ അതിന്മേലുള്ള വഴിപാടിനെയും ചൊല്ലി സത്യം ചെയ്യുന്നു എന്നും, യാഗപീഠവും വഴിപാടും ആരുടേതാണോ ആ ദൈവത്തോടാണ് അങ്ങനെ സത്യം ചെയ്യുന്നത് എന്നും കർത്താവ് അർത്ഥമാക്കുന്നു. ഇത് പറയുന്നതിലൂടെ പരീശന്മാർ വ്യാജ സത്യങ്ങൾ ചെയ്യുന്നതിനെ ന്യായീകരിക്കുന്ന അവരുടെ വളച്ചൊടിച്ച യുക്തി യേശു കർത്താവ് തുറന്നു കാട്ടി. സഭാപ്രസംഗി 5-ാം അധ്യായം 5-6 വരെയുള്ള വാക്യങ്ങളിൽ നേർന്നിട്ട് കഴിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നത് നല്ലത്. നിന്റെ വായി നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. അബദ്ധവശാൽ വന്നുപോയി എന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയുകയും അരുത്. ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന് എന്ന് ദൈവത്തിന് നേർച്ച നേർന്നാൽ അത് നിറവേറ്റാൻ താമസിക്കരുത് എന്നും, നേർന്നിട്ട് കഴിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നത് നല്ലത് എന്നും തിരുവെഴുത്ത് ഓർമ്മിപ്പിക്കുന്നു. 21-22 വാക്യങ്ങളിൽ മന്ദിരത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവൻ അതിനെയും അതിൽ വസിക്കുന്നവനെയും ചൊല്ലി
സത്യം ചെയ്യുന്നു. സ്വർഗത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവൻ ദൈവത്തിന്റെ സിംഹാസനത്തെയും അതിലിരിക്കുന്നവനെയും ചൊല്ലി സത്യം ചെയ്യുന്നു എന്ന് കർത്താവ് പറയുന്നതിലൂടെ വ്യക്തമാക്കുന്നത് ദൈവാലയവും യാഗപീഠവും ദൈവത്താലെ വിശുദ്ധീകരിക്കപ്പെട്ടവയാണെന്നും അവയിൽ സത്യം ചെയ്യുന്നത് ദൈവത്തോടുള്ള സത്യപ്രതിജ്ഞയാണെന്നും സ്വർഗത്തെ കൊണ്ട് സത്യം ചെയ്യുന്നവൻ ദൈവത്തിന്റെ സിംഹാസനത്തെയും അതിലിരിക്കുന്ന ദൈവത്തെയും ചൊല്ലി സത്യം ചെയ്യുന്നു എന്നുമാണ്. വചനത്തിൽ നിന്നുള്ള ആത്മീയ സത്യം പഠിപ്പിക്കുന്നതിന് പകരം അപ്രസക്തമായ കാര്യങ്ങളിൽ തർക്കിക്കാനും നിയമങ്ങളിൽ പഴുതുകൾ കണ്ടെത്താനും ഇഷ്ടപ്പെട്ട യഹൂദ നേതൃത്വത്തോട് ദൈവവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വസ്തുവിനെ കൊണ്ട് സത്യം ചെയ്യുന്നത് ദൈവത്തോട് സത്യം ചെയ്യുന്നതിന് തുല്യമാണ്. സത്യം ചെയ്യുന്ന ആൾ വാക്കുകളിൽ കൃത്രിമം കാണിച്ച് ലംഘിക്കുന്നു എങ്കിലോ അങ്ങനെ ചെയ്യാമെന്ന് പഠിപ്പിക്കുന്നു എങ്കിലോ ദൈവത്തിന്റെ ന്യായവിധിക്ക് ഇരയാകുന്നു എന്നും യേശു കർത്താവ് വ്യക്തമാക്കുന്നു.